2012 ഷെവർലെ ബീറ്റ് ക്യൂട്ടായിട്ടൊരു വണ്ടിയാണ്. ഇയോണിൻ്റെയൊക്കെ പോലെ അതേ സൈസിലുള്ളൊരു വണ്ടിയാണ്. ശരിക്കും ഇയോണിൻ്റെ ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. അലോയിൽ 80% മേലെ ഉണ്ട് ടയറുകളൊക്കെ. 4 ടയറും നല്ല കണ്ടീഷൻ ടയറുകളാണ്. അലോയിലാണ്. കാര്യമായിട്ട് റീപെയിൻറ്റുകളൊന്നും കാണുന്നില്ല. ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ ഒരു കുഞ്ഞി സ്വർഗം തന്നെയാണ്. കാരണം ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ എല്ലാ ഫെസിലിറ്റീസും അതിനകത്തുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ കത്തുന്നില്ല. അതിൻ്റെ കണക്ഷൻ എന്തോ ഫ്യൂസിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈപ്പറും എല്ലാം ഉണ്ട്. റിവേഴ്സ് സെൻസറൊക്കെ ഉണ്ട്. കിലോമീറ്റർ വന്നിട്ട് 88,208 കിലോമീറ്റർ ഓടി. ഡീസൽ വേരിയൻറ്റിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു AC കാര്യത്തിൽ വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നല്ല കൂളിംഗ് ഉണ്ട്. AC-ക്കൊന്നും ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല മൈലേജുള്ളൊരു വണ്ടിയാണല്ലോ. നമ്മൾ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് നല്ല സുഖമുണ്ട് AC-യുടെ. പിന്നെ സൗണ്ട് ക്വാളിറ്റി നല്ല സ്റ്റീരിയോ, നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. USB-ക്ക് യൂസ് ചെയ്യാം. റിവേഴ്സ് ക്യാമറ കാണുന്നത് റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കുമ്പോൾ കത്തുന്നില്ല. 4 ഡോറും പവർ വിൻഡോ ആണ്. ബാക്കത്തെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി വയ്ക്കാനൊക്കെ പറ്റും. നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ്. ഒരു പുതിയ ഫീൽ തന്നെയുണ്ട്. അത്യാവശ്യം ബോക്സുകളൊക്കെ ഉണ്ട്. നമുക്ക് സാധനങ്ങൾ വെക്കാനും വാട്ടർ ബോട്ടിൽ വെക്കാനും ഒക്കെ ഉള്ള 4 ഡോറിലും സ്വിച്ചസ് ഉണ്ട്. കൂടാതെ സാധാരണ നമുക്കുള്ളതുപോലെ തന്നെ ഉണ്ട്. സൈഡ് മിററൊക്കെ രണ്ടും നല്ല ബ്രാൻഡഡ് തന്നെയാണ്. ഒറിജിനൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 4 ഡോറും വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സ്റ്റിയറിങ്ങും നല്ല സുഖമുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് അറിയാം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. വലിയ പവർ സ്റ്റിയറിങ്ങും നല്ല സ്മൂത്താണ് സ്റ്റിയറിങ്. ഒരു സസ്പെൻഷൻ അടിയോ സൗണ്ട് വേരിയൻറ്റോ അങ്ങനെയൊന്നും കാണുന്നില്ല. പവർ സ്റ്റിയറിങ് ഒന്ന് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കരകര വെച്ചേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ബ്രഷ് ഒന്ന് സർവീസ് ചെയ്യാനായിട്ടുണ്ടാവും. പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ബ്രഷ് സർവീസിങ് മനസ്സിൽ കണ്ടോളുക. ഒരു കുഞ്ഞു സ്വർഗം തന്നെയാണ് ഈ വണ്ടി. ചെറിയ വിലയ്ക്ക് കിട്ടുന്ന നല്ലൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റുകളൊന്നുമില്ല. ഇതുവരെ നിലവിൽ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. പക്ഷേ മെയിൻ ഗ്ലാസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മച്ചിങ് എന്തോ വീണിട്ട് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ആ ഗ്ലാസ് മാറണം എന്നുള്ളവർക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഗ്ലാസ്സിന് ലീക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ക്രാക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന ക്രാക്കാണ്. വീഡിയോയിൽ ശരിക്കും മനസ്സിലാവില്ല. ബ്രേക്കൊക്കെ നല്ല സുഖമുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. 2025 വരെ 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഉണ്ടാവും. ഇന്ന് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടേ ഉള്ളൂ. ബാറ്ററിയും പുതിയ ബാറ്ററി തന്നെയാണ്. നന്നായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. വലിയ മുട്ടലോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒന്ന് ഓഫാക്കി ഒന്ന് ഇറങ്ങി ഒന്നും കൂടെ ഒന്ന് നോക്കാം. പുകയും പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിലിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പുകയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബോഡിയുടെ സൈഡിലും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബമ്പറൊക്കെ കറക്റ്റാണ്. റീപെയിൻറ്റും അധികമായിട്ട് കാണുന്നില്ല. ടയർ കണ്ടില്ലേ, ഒരു 80% മേലെ ടയറുണ്ട്. 4 ഡോറുകളും നല്ല വർക്കിംഗ് ആണ്. ബാക്ക് സീറ്റും അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള രീതിയിൽ തന്നെയാണ്. ഉള്ളിൽ നല്ല ക്ലീനാണ്. ഫാമിലി യൂസ്ഡ് വെഹിക്കിൾ തന്നെയാണ്. ഡിക്കിലും കുറച്ച് സ്ഥലമുണ്ട്. സ്റ്റെപ്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് HR ഓയിസ്റ്റുകാരൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അല്ല ഇതിൽ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ആ നമ്പർ പ്ലേറ്റിൽ കാണുന്ന നമ്പർ നോക്കിയിട്ട് വാട്സാപ്പ് ചെയ്താലും മതി. ഡീറ്റെയിൽസ് സംസാരിക്കാം. RC ട്രാൻസ്ഫർ മസ്റ്റാണ്. RC ട്രാൻസ്ഫറിൻ്റെ ചാർജ് വരും. ഇത് 1,20,000 രൂപ ചോദിക്കുന്നത്. ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് നമുക്ക് അങ്ങോട്ടും നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇഞ്ചിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ബമ്പറിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്. അതൊന്ന് ടച്ച് ചെയ്യാണ്ടാവും. എപ്രോൺ ഇതൊന്നും മാറ്റിയിട്ടില്ല. എല്ലാം ഒറിജിനൽ തന്നെയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നുമില്ല. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വരയിലും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് വലിയ ഇടിയൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക്. അത് ചേസും ക്രോസ് ബമ്പറും ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.